ശബരിമലയിലെ ദ്വാരപാലക ശില്പികളിൽ നിന്ന് സ്വർണം കടത്തിയതുമായി ബന്ധപ്പെട്ട കേസിൽ അന്വേഷണം പുതിയ വഴിത്തിരിവുകളിലേക്ക് നീങ്ങുകയാണ്. കേസിലെ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പലപ്പോഴായി 1.5 കോടി രൂപ കൈമാറിയെന്ന ബെല്ലാരിയയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധന്റെ വെളിപ്പെടുത്തൽ അന്വേഷണ സംഘത്തിന് നിർണായക തെളിവായി മാറിയിരിക്കുന്നു. ഇത്രയും വലിയൊരു തുക കൈമാറിയ ശേഷമാണ് താൻ സ്വർണം വാങ്ങിയതെന്നാണ് ഗോവർദ്ധൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകിയിരിക്കുന്ന മൊഴി. പണം നൽകിയതിന്റെ രേഖകളും തെളിവുകളും ഇയാൾ പോലീസിന് കൈമാറിയിട്ടുണ്ട്. സ്മാർട്ട് ക്രിയേഷൻസ് സിഇഒ പങ്കജ് ഭണ്ഡാരിയെയും ഗോവർദ്ധനെയും വിശദമായി ചോദ്യം ചെയ്യുന്നതിലൂടെ തട്ടിപ്പിന്റെ വ്യാപ്തി ഇനിയും പുറത്തുവരുമെന്നാണ് കരുതുന്നത്. ഇവരെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ തെളിവെടുപ്പ് നടത്തുന്നതിനായി തിങ്കളാഴ്ച കോടതിയിൽ അപേക്ഷ സമർപ്പിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. നിലവിൽ അറസ്റ്റിലായ ഇരുവരെയും മജിസ്ട്രേറ്റ് 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. തന്നെ കേസിൽ ബോധപൂർവം കുടുക്കിയതാണെന്നും താൻ നിരപരാധിയുമാണെന്നാണ് ഗോവർദ്ധൻ അവകാശപ്പെടുന്നത്. ഇതിന്റെ ഭാഗമായി തിങ്കളാഴ്ച അദ്ദേഹം ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിക്കും. ശബരിമലയിലെ വിവിധ ആവശ്യങ്ങൾക്കായി പണം ആവശ്യമാണെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ വിശ്വസിപ്പിച്ചിരുന്നതായും ഒരു സുഹൃത്ത് എന്ന നിലയിലാണ് താൻ പണം നൽകിയതെന്നുമാണ് ഗോവർദ്ധൻ അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഈ വാദങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല. ശബരിമലയിലെ പവിത്രമായ സ്വത്താണെന്നും ദേവസ്വം ബോർഡിന്റെ ഉടമസ്ഥതയിലുള്ള സ്വർണമാണിതെന്നും വ്യക്തമായി അറിഞ്ഞുകൂടാതെയാണ് ഗോവർദ്ധൻ ഇടപാടുകൾ പങ്കാളിയായതെന്നാണ് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഗോവർദ്ധന്റെ മൊഴികളിൽ പറയുന്ന കൽപേഷിനെ വീണ്ടും ചോദ്യം ചെയ്യാൻ പോലീസ് ഒരുങ്ങുകയാണ്. സ്മാർട്ട് ക്രിയേഷൻസ് കമ്പനിയിൽ നിന്ന് ഗോവർദ്ധനിലേക്ക് സ്വയം എത്തിക്കുന്നതിൽ ഇടനിലക്കാരനായി പ്രവർത്തിച്ചത് കൽപേഷ് ആണെന്നാണ് സൂചന. ശബരിമലയിലെ ദ്വാരപാലക ശില്പികളിൽ നിന്ന് സ്വർണം വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയ പങ്കജ് ഭണ്ഡാരിയുടെ കമ്പനിയായ സ്മാർട്ട് ക്രിയേഷൻസിലാണ് നടന്നതെന്ന് അന്വേഷണത്തിൽ തെളിഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിൽ വേർതിരിച്ചെടുത്ത സ്വർണം ഗോവർദ്ധൻ വാങ്ങുകയായിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയും പങ്കജ് ഭണ്ഡാരിയും തമ്മിൽ വർഷങ്ങളായുള്ള അടുത്ത ബന്ധമുണ്ടെന്നും ഇവർ സംയുക്തമായാണ് ഈ ഗൂഢാലോചന നടപ്പിലാക്കിയതെന്നും പോലീസ് വിശ്വസിക്കുന്നു. അന്വേഷണത്തിന്റെ ആദ്യഘട്ടം മുതൽ തങ്ങൾക്ക് ഈ തട്ടിപ്പിൽ യാതൊരു പങ്കുമില്ലെന്ന് വരുത്തി തീർക്കാനാണ് ഭണ്ഡാരിയും ഗോവർദ്ധനും ശ്രമിച്ചത്. സ്വർണം പൂശിയ ലോഹത്തിന് മുകളിൽ വീണ്ടും സ്വർണം പൂശാനുള്ള സാങ്കേതിക വിദ്യ തങ്ങളുടെ പക്കൽ ഇല്ലെന്നായിരുന്നു പങ്കജ് ഭണ്ഡാരി ആദ്യം നൽകിയ മൊഴി. ഉണ്ണികൃഷ്ണൻ പോറ്റി തങ്ങളുടെ അടുക്കൽ കൊണ്ടുവന്നത് വെറും ചെമ്പ് പാളികളാണെന്നും അദ്ദേഹം വാദിച്ചിരുന്നു. എന്നാൽ ശാസ്ത്രീയ പരിശോധനകളും സാക്ഷിമൊഴികളും ഈ വാദങ്ങളെ പൊളിക്കുന്നതായിരുന്നു. ശബരിമലയിലെ സ്പോൺസർഷിപ്പ് പ്രവർത്തനങ്ങളിൽ സഹായിക്കുന്ന ഒരു ഇടനിലക്കാരൻ എന്ന നിലയിൽ മാത്രമാണ് പോറ്റിയെ അറിയാവുന്നത് എന്നാണ് ഗോവർദ്ധൻ നേരത്തെ പറഞ്ഞിരുന്നത്. എന്നാൽ ബാങ്ക് ഇടപാടുകളും ഫോൺ രേഖകളും പരിശോധിച്ചപ്പോൾ ഇവർ തമ്മിൽ ഗൗരവകരമായ സാമ്പത്തിക ഇടപാടുകൾ നടന്നതായി ബോധ്യപ്പെട്ടു. ശബരിമലയുടെ പേരിൽ നടന്ന ഈ വൻ കൊള്ളയിൽ ഉന്നത തലത്തിലുള്ള മറ്റ് ആർക്കെങ്കിലും പങ്കുണ്ടോ എന്ന കാര്യവും SIT പരിശോധിക്കുന്നുണ്ട്. സ്വർണം ഉരുക്കി മാറ്റിയതിലും അത് വിപണിയിൽ എത്തിച്ചതിലും കൃത്യമായ ആസൂത്രണവും നടന്നിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് പൂർത്തിയാക്കുന്നതോടെ സംഭവത്തിലെ കൂടുതൽ ഗൂഢാലോചനകൾ പുറത്തുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ദേവസ്വം ബോർഡിന്റെ ആഭ്യന്തര പരിശോധനകളിലെ വീഴ്ചകളും ഈ തട്ടിപ്പിന് സഹായകമായോ എന്ന കാര്യത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഭക്തരുടെ വികാരത്തെ വ്രണപ്പെടുത്തിയ ഈ സാമ്പത്തിക തട്ടിപ്പിൽ കർശനമായ നിയമ നടപടികൾ ഉറപ്പാക്കാനാണ് ആഭ്യന്തര വകുപ്പിന്റെ നീക്കം. ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെ ശേഖരിച്ച ഡിജിറ്റൽ തെളിവുകളും സാമ്പത്തിക രേഖകളും പ്രതികൾക്കെതിരെയുള്ള ശക്തമായ തെളിവുകളായി മാറും. സങ്കീർണമായ ഈ തട്ടിപ്പ് ശൃംഖലയെ പൂർണ്ണമായും തകർക്കുന്നതിനായി അന്തർ സംസ്ഥാന ബന്ധങ്ങളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. കൂടുതൽ അറസ്റ്റുകൾ വരും ദിവസങ്ങളിൽ ഉണ്ടായേക്കാം.